നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സ്മരിച്ച് നാടെങ്ങും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അനുബന്ധ സംഘടനകളും. KSRTCയെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആക്കണമെന്ന ആവശ്യവുമായി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് പ്രതിഷേധ ധർണയുമായി ജീവനക്കാർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നവംബർ 2 മുതൽ 4 വരെ കാഞ്ഞങ്ങാട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അസോസിയേഷൻ നേതാക്കൾ. വോട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷൻ. 37 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന വിൻസെന്റ് ക്രാസ്റ്റയ്ക്ക് ചടങ്ങിൽ വികാരനിർഭരമായ യാത്രയയപ്പ്. ഹിന്ദു നിയമത്തിലെ ദുരാചാരങ്ങൾ നിർത്താൻ ഭരണകൂടം തയ്യാറാകണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി സതീദേവി. ഏകീകൃത സിവിൽ കോഡ് അതിനുശേഷം മതിയെന്നും സതീദേവി. ആകാശവിസ്മയം തീർത്ത് പട്ടം പറത്തൽ മത്സരം. പരിപാടി സംഘടിപ്പിച്ചത് വിശ്വ തുളു സമ്മേളനത്തിന്റെ ഭാഗമായി. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാര നടപടിയുമായി ജില്ലാ ഭരണകൂടം. മംഗലാപുരത്തു നിന്നുള്ള KSRTC ബസ്സുകൾ ഇനി മുതൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്കില്ല. വിശദമായ വാർത്തകളിലേക്ക്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 32ാം രക്തസാക്ഷി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അനുസ്മരണ പരിപാടികൾ നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ DCC പ്രസിഡന്റ് CK ശ്രീധരൻ, KPCC സെക്രട്ടറി K നീലകണ്ഠൻ, KPCC മെമ്പർമാരായ PA അഷ്റഫ് അലി, അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ, MC പ്രഭാകരൻ, ബാലകൃഷ്ണൻ പെരിയ, CV ജെയിംസ്, കരൺ താപ്പ, PV സുരേഷ്, K ഖാലിദ് തുടങ്ങിയവർ സന്നിഹിതരായി. ഏറ്റവും വലിയ രാജകീയ സൗഭാഗ്യങ്ങൾ ലഭിക്കാനുള്ള ഒരു സന്ദർഭമുണ്ടായിട്ടും അതെല്ലാം നേടാൻ കഴിയാതെ നാടിനു വേണ്ടി ഭൂമിക്കപ്പെട്ട ഒരു ജീവിതമായി ഇക്കാലത്തും ഒരു അധികാരത്തിൽ വന്നപ്പോഴും മാറേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്തു. കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി KPCC നിർവാഹക സമിതി മെമ്പർ PA അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് G നാരായണൻ, ബ്ലോക്ക് പ്രസിഡന്റ് K ഖാലിദ്, കരൺ താപ്പ, മനാഫ് നുള്ളിപ്പാടി, ഉമേഷ് അണങ്കൂർ, ഫിറോസ് അണങ്കൂർ, PK വിജയൻ, അബ്ദു നുള്ളിപ്പാടി, നാസർ തായലങ്ങാടി, JP ടോണി, സുജിത്, റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള NGO അസോസിയേഷൻ നേതൃത്വത്തിലും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. താലൂക്ക് ഓഫീസ് പരിസരത്ത് പുഷ്പാർച്ചന നടത്തി. ജില്ലാ പ്രസിഡന്റ് MP കുഞ്ഞിമൊയ്തീൻ, V ദാമോദരൻ, ലോകേഷ് MB, KC സുജിത് കുമാർ, KM ജയപ്രകാശ്, VTP രാജേഷ്, M മാധവൻ നമ്പ്യാർ, കുഞ്ഞികൃഷ്ണൻ, ഷീബ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള ശക്തമായ ധീരമായ നിലപാടെടുത്തുകൊണ്ട് അതിനാവശ്യമായ സൈനിക ഉപകരണങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള കരുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാമായിരിക്കും ബംഗ്ലാദേശുമായി യുദ്ധമുണ്ടായപ്പോൾ ആ യുദ്ധത്തിൽ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു. ആ സ്വാതന്ത്ര്യം ലഭ്യമാക്കാൻ വേണ്ടി ശക്തമായ നടപടിയെടുക്കുകയും ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനും ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചു. അതാണ് ഇന്ദിരാഗാന്ധി. ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന് ഒരു ഇഞ്ചി പുറകോട്ട് പോകില്ല. പാകിസ്ഥാനിൽ ഇന്ത്യയും യുദ്ധമുണ്ടായപ്പോൾ മുഹമ്മദ് ജർമൻ, CV ജെയിംസ്, ഖാദർ നുള്ളിപ്പാടി, PS മുഹമ്മദ്, ഹക്കീം കുന്നിൽ, ഉസ്മാൻ കടവത്ത്, ഫിറോസ് അണങ്കൂർ, A ഭുവനേന്ദ്രൻ നായർ, CH വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് KSRTC ഡിപ്പോയിൽ ധർണ സംഘടിപ്പിച്ചു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുമാണ് ധർണ സംഘടിപ്പിച്ചത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ തട്ടിപ്പ് അവസാനിപ്പിക്കുക, LIC NDR കുടിശ്ശിക കൃത്യമായും അടക്കുക, KSRTCയിലെ അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. BMS സംസ്ഥാന സെക്രട്ടറി VV ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ള LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള KSRTC ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏഴോളം പ്രധാനപ്പെട്ട
ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള ധർണാ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ജില്ലാ പ്രസിഡന്റ് M. ബാബു അധ്യക്ഷത വഹിച്ചു. KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി NCT ഗോപിനാഥൻ, മേഖലാ സെക്രട്ടറി K. രതീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് A. കേശവ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘടന സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് യൂണിറ്റ് തലത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നവംബർ 2 മുതൽ 4 വരെ കാഞ്ഞങ്ങാട്ട് നടക്കും. നവംബർ 2-ന് മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സുഭാഷിണി അലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള കൊടി ആലപ്പുഴ മുഹമ്മയിലെ സുശീല ഗോപാലൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കൊടിമരം പൈവളികെ രക്തസാക്ഷി നഗറിൽ നിന്നും നവംബർ 1-ന് കാഞ്ഞങ്ങാട്ടെത്തും. സംഘാടക സമിതി ചെയർമാൻ P. കരുണാകരൻ MP പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാവുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഇവിടെ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്നത്. സമ്മേളനത്തിൽ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 14 ജില്ലകളിൽ നിന്നായി 600 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് സുഭാഷിണി അലിയാണ്. സഖാവ് സുധാ സുന്ദർരാമൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മാലിനി ഭട്ടാചാര്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഖാവ് U. വാസുകി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ദേശീയ നേതാക്കന്മാരൊക്കെ സമ്മേളനത്തിൽ വളരെ 3 ദിവസവും നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ സജീവ സാന്നിധ്യമായി നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നവംബർ 2-ന് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം M. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. 3-ാം തീയതി വൈകുന്നേരം നടക്കുന്ന കലാസന്ധ്യ മന്ത്രി K. ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. 4-ന് വൈകിട്ട് കാഞ്ഞങ്ങാട്ട് 1,00,000 പേർ പങ്കെടുക്കുന്ന പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ P. കരുണാകരൻ MP, മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P. സതീദേവി, ജില്ലാ സെക്രട്ടറി E. പത്മാവതി, കേന്ദ്ര കമ്മിറ്റി മെമ്പർ VP ജാനകി, ജില്ലാ പ്രസിഡന്റ് M. സുമതി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷനിൽ വെച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാരന് യാത്രയയപ്പ് നൽകി. കൺവെൻഷനും യാത്രയയപ്പ് സമ്മേളനവും സംസ്ഥാന ജനറൽ സെക്രട്ടറി V. അബ്ദുൾ ബഷീർ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും ഞാൻ പങ്കെടുക്കുന്ന യോഗങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതുതന്നെയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ബലം. നിങ്ങളെ തിങ്ങി നിറഞ്ഞ് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ കൂടുതൽ ആവേശം ഉണ്ടാകും. ഈ സംഘടനയെ കരുത്തുറ്റതാക്കണം എന്നുള്ളതുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സർവീസിൽ നിന്നും വിരമിച്ച ഇൻസ്പെക്ടർ വിൻസെന്റ് ക്രാസ്റ്റയ്ക്ക് യാത്രയയപ്പ് നൽകി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാക്കളായ ബാബു മണിയംകാനം, VV ഗോവിന്ദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിനോദ് കുമാർ അരമന, KV രമേശ്, KV വേണുഗോപാലൻ, KP രാജേഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. ഏകീകൃത സിവിൽ കോഡിന് മുമ്പേ ഹിന്ദു നിയമത്തിൽ വ്യക്തികൾക്കെതിരെയുള്ള ദുരാചാരങ്ങൾ നിർത്താൻ കേന്ദ്ര ഭരണകൂടം തയ്യാറാകണമെന്ന് മുൻ MPയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് P. സതീദേവി ആവശ്യപ്പെട്ടു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സതീദേവി ഈ ആവശ്യം ഉന്നയിച്ചത്. ഉത്തരേന്ത്യയിൽ നിയമം കയ്യിലെടുത്ത് പ്രവർത്തിക്കുന്ന കാപ്പ പഞ്ചായത്തുകളെ നിരോധിക്കാൻ കേന്ദ്രം തയ്യാറാകണം. സദാചാര ഗുണ്ടകൾ നീതി നടപ്പാക്കുന്നത് തടയാൻ ആർജവം ഉണ്ടാകണം. ഇത്തരത്തിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ശേഷമാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ കേന്ദ്രം തയ്യാറാകേണ്ടതെന്ന് അഡ്വക്കേറ്റ് P. സതീദേവി പറഞ്ഞു. ബഹുസ്വരതയെ കളങ്കപ്പെടുത്തി ഹിന്ദു കോഡ് രാജ്യത്ത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം തടയുകയും സ്ത്രീവിരുദ്ധ അംശങ്ങൾ നീക്കി വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇക്കാര്യം ഉന്നയിച്ച് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തും. വ്യക്തി നിയമങ്ങളിലെല്ലാം നിലനിൽക്കുന്ന, അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം വ്യക്തി നിയമമല്ല, എല്ലാ മതവിഭാഗങ്ങളിലുള്ള വ്യക്തി നിയമങ്ങൾ സ്ത്രീ വിരുദ്ധതയുടെ അംശങ്ങൾ കൂടി ഉള്ളതാണ് എന്നാണ് ഞങ്ങൾ കാണുന്നത്. ത്വലാഖും മുത്തലാഖും നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒപ്പുശേഖരണ പരിപാടി ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് വേണം എന്ന് ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണെങ്കിലും
ആ ഏകീകൃത സിവിൽ നിയമത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കേന്ദ്ര ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പൊടുന്നനവേ ഒരു ഏകീകൃത സിവിൽ കോഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊരു ഹിന്ദു കോഡ് രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി ആവരുത് എന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാണുന്നത്. അറിഞ്ഞോ അറിയാതെയോ സ്ത്രീകൾ തീവ്രവാദത്തിന് ഭാഗമാകുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സാമൂഹികമായി പിന്നോട്ട് വലിക്കുന്ന മതാചാരങ്ങൾക്കുള്ളിൽ സ്ത്രീകളെ തളച്ചിടാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായ പ്രചാരണം സംഘടിപ്പിക്കുമെന്നും മുൻ എം പി കൂടിയായ പി സതീദേവി പറഞ്ഞു. വിശ്വ തുളുവരെ ആയനയുടെ ഭാഗമായി പട്ടം പറത്തൽ മത്സരം സംഘടിപ്പിച്ചു. ബായാർ പൊസഡിഗുംബയിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ഡിസംബർ 9 മുതൽ 13 വരെ ബദിയിടുക്കയിൽ നടക്കുന്ന വിശ്വ തുളു സമ്മേളനത്തോടനുബന്ധിച്ചാണ് പട്ടം പറത്തൽ മത്സരം സംഘടിപ്പിച്ചത്. വിശ്വ തുളുവരെ അയനയുടെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഡിസംബർ 9 മുതൽ 13 വരെ നടക്കുന്ന തുളു മഹോത്സവത്തിൻ്റെ പതിനാർത്ഥമാണ് ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് പട്ടം പറപ്പിക്കൽ പരിപാടി നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ തുളുനാടിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമാണ് ബദിയടുക്കയിൽ നടക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ജനങ്ങളെ തമ്മിൽ ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ ഇത്തരം പരിപാടികൾ നന്നാവും. അതുകൊണ്ട് ഇതുപോലത്തെ പ്രോഗ്രാം ഇനിയും സംഘടിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പൈവെളികെ പഞ്ചായത്ത് കമ്മിറ്റിയാണ് മത്സരം സംഘടിപ്പിച്ചത്. കർണാടകയിൽ നിന്നും പങ്കെടുത്തവരുടെ പട്ടങ്ങൾ രൂപം കൊണ്ടും ആകാരഭംഗി കൊണ്ടും മികച്ചു നിന്നു. ഭൂതക്കോലത്തിന്റെ രൂപത്തിൽ നിർമ്മിച്ച പട്ടം ഇവയിൽ ശ്രദ്ധേയമായി. 28 അടി നീളമുള്ള ഈ പട്ടം കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നത്. അന്താരാഷ്ട്ര ടീമുകളുടെ പട്ടം പറത്തൽ പ്രദർശനവും മത്സരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. തുളു സമ്മേളനത്തോടനുബന്ധിച്ച് നിരവധി സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. യക്ഷഗാനമടക്കമുള്ള കലാപരിപാടികളും സമ്മേളനത്തോടനുബന്ധിച്ച് അരങ്ങേറും. മത്സര വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി ജയ് ഷെട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മംഗലാപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് വരുന്ന KSRTC ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കാതെ കറന്തക്കാട് നിന്നും ഡിപ്പോയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. നവംബർ 5-ന് ഇത് പ്രാബല്യത്തിൽ വരും. മാംഗ്ലൂരിൽ നിന്ന് കാസർഗോട്ടേക്കുള്ള ബസ്സുകൾ കറന്തക്കാട് നിന്ന് ഡിപ്പോയിലേക്ക് തിരിച്ചുവിട്ടാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാകുമെന്ന് നിർദ്ദേശമുയർന്നു. 120 തവണയാണ് KSRTC ബസ് നഗരം ചുറ്റി ഡിപ്പോയിൽ പ്രവേശിക്കുന്നത്. KSRTCക്ക് സമയവും ഇന്ധന ലാഭവും ഇതിലൂടെ ഉണ്ടാകും. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സിറ്റി ബസ്സുകൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് കലക്ടർ പറഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കണം. KSRTC ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കറന്തക്കാട് വഴി ഡിപ്പോയിലേക്ക് പോകണം. പഴയ പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്ന് ബസ് സ്റ്റോപ്പ് മെട്രോ ഹോട്ടലിന് മുന്നിലേക്ക് മാറ്റും. പ്രത്യേക ഡിവൈഡർ സ്ഥാപിച്ച് ഇവിടെ ബസ് വേ ഉണ്ടാക്കും. MG റോഡിൽ ബദ്രിയ ഹോട്ടലിന് മുന്നിലും ബസ് വേ പണിയും. പഴയ ബസ് സ്റ്റാൻഡിലെ വഴിയോര വ്യാപാരികളെ പുനരധിവസിപ്പിക്കും. പഴയ ബസ് സ്റ്റാൻഡിൽ കോഫി ഹൗസുകളിലേക്കുള്ള റോഡിലും മീൻ മാർക്കറ്റ് റോഡിലുമുള്ള വഴിയോര വ്യാപാരികളെയാണ് പുനരധിവസിപ്പിക്കുക. കുഴികൾ നിറഞ്ഞ കറന്തക്കാട്ടെയും പുതിയ ബസ് സ്റ്റാൻഡിലെയും റോഡുകൾ ഉടൻ ഗതാഗതയോഗ്യമാക്കും. KSRTCക്ക് മുന്നിലും പഴയ ബസ് സ്റ്റാൻഡിലും പേ പാർക്കിംഗ് സൗകര്യമുണ്ടാക്കും. പുച്ചത്തവയൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നവംബർ 6-ന് ഞായറാഴ്ച നടക്കും. 50 ലക്ഷം രൂപ ചിലവിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മഞ്ചേശ്വരം മേഖലയിലെ പ്രധാന മദ്രസകളിലൊന്നായ പുച്ചത്തബയൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസ നിർമ്മിക്കുന്നത് പ്രമുഖ വ്യവസായിയായ ഉപ്പള ഗേറ്റ് അബ്ദുൽ ലത്തീഫ് ഹാജിയാണ്. പുച്ചത്തവയൽ മഹലിലെ വിദ്യാർത്ഥികൾക്ക് മദ്രസയിലെ സൗകര്യങ്ങൾ അപര്യാപ്തമായതിനാലാണ് ആധുനിക സൗകര്യങ്ങളോടെ ഇരുനില കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മഞ്ചേശ്വരം മേഖലയിലെ പ്രധാന മദ്രസകളിലൊന്നായ പുച്ചത്തവയൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നവംബർ 6-ന് വൈകിട്ട് 3 മണിക്ക് നടക്കും. പ്രമുഖ വ്യവസായിയും ബദ്രുസ്സമ ഗ്രൂപ്പ് MD-യുമായ ഉപ്പള ഗേറ്റ് അബ്ദുൽ ലത്തീഫ് ഹാജിയാണ് പുച്ചത്തവയൽ മർഹൂം മഹ്മൂദ് ഹാജി സ്മാരകമായി പുതിയ മദ്രസ കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുസമ്മേളനം മഹല്ല് പ്രസിഡന്റ് അഹമ്മദ് ഹാജിയുടെ അധ്യക്ഷതയിൽ മഞ്ചേശ്വരം സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സയ്യദ് അതാഉല്ല തങ്ങൾ ഉദ്യാവരം ഉദ്ഘാടനം ചെയ്യും. നവംബർ 6-ന് മഞ്ചേശ്വരം സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് അത്താവുള്ള തങ്ങൾ ഉദ്യാവാര ഉദ്ഘാടനം ചെയ്യും. സുന്നി ഐക്യത്തിന്റെ വിളംബരമായി 2 സമസ്ത വിദ്യാഭ്യാസ ബോർഡുകളുടെ അംഗീകാരത്തോടെയാണ് ഈ മദ്രസ പ്രവർത്തിച്ചു വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഹമ്മദ് ഹാജി, ട്രഷറർ ഫക്രുദ്ദീൻ ഹാജി, മുസൽ മദനി, അബ്ദുൽ ഖാദർ ബാവ മുസ്ലിയാർ, ഇബ്രാഹിം ഖലീൽ അഹ്സാനി, ഇബ്രാഹിം കുർത്തുമുകൾ, അബ്ദുറഹീം തുടങ്ങിയവർ പങ്കെടുത്തു.
കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെയുള്ള CPM ജാഥകൾ സമാപിച്ചു. തെക്കൻ മേഖല ജാഥയ്ക്ക് നീലേശ്വരത്തായിരുന്നു സമാപനം. പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ ജനകീയ മുന്നേറ്റമായി CPIM നടത്തിവരുന്ന മേഖലാ ജാഥകൾക്ക് സമാപനമായി. ജില്ലയിൽ നടത്തിയ 3 ജാഥയ്ക്കും വ്യാഴാഴ്ച നാടെങ്ങും ഉജ്ജ്വല സ്വീകരണം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം MV ബാലകൃഷ്ണൻ നയിച്ച തെക്കൻ മേഖലാ ജാഥ ഭീമനടിയിൽ നിന്ന് ആരംഭിച്ച് പരപ്പ, കോളംകുളം, കാലിച്ചാമരം, കൊല്ലമ്പാറ, നരിമാളം 3 റോഡ്, തീയർപ്പാലം, കാലിച്ചാമ്പതി, ചേടി റോഡ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം നീലേശ്വരം കോൺവെന്റ് ജംഗ്ഷനിൽ സമാപിച്ചു. സമാപനം പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. അവർ ആക്രമിച്ചത് അവർ പറഞ്ഞു, ഞങ്ങളോട് ചോദിച്ചു ബീഫ് കഴിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു ബീഫ് കഴിച്ചിട്ടില്ല. എന്നാൽ ബീഫ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബലാത്സംഗം. എന്നിട്ട് പറഞ്ഞു, ഇനി ബീഫ് കഴിച്ചാലോ നിങ്ങളെ 2 ആൾക്കാരെ പെടുത്തുന്ന വെല്ലുവിളി കൊലപ്പെടുത്തുമെന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ സംഭവം ശക്തമായിട്ട് നമ്മുടെ മഹിളാ അസോസിയേഷനും അതുപോലെ തന്നെ നമ്മുടെ ബീമാരും ഉയർത്തിയ സമയത്ത് KV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർക്ക് പുറമെ മാനേജർ TV ഗോവിന്ദൻ, P ജനാർദ്ദനൻ, TK രവി, KP നാരായണൻ, K കണ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ KP രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുഞ്ചത്തൂരിലെ പഴയ RTO ചെക്ക് പോസ്റ്റിന് സമീപത്തെ ദേശീയപാതയിലാണ് അപകടം നടന്നത്. ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത്. കുഞ്ചത്തൂർ മഹാലിംഗേശ്വരം സ്വദേശികളായ സന്ദീപൻ, പുരുഷോത്തമൻ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തലപ്പാടിയിൽ നിന്നും മഞ്ചേശ്വരത്തേക്ക് വരികയായിരുന്ന ഓട്ടോയും കുഞ്ചത്തൂരിൽ നിന്ന് തലപ്പാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. പരിക്കേറ്റവർ ബൈക്ക് യാത്രക്കാരാണ്. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കാഞ്ഞങ്ങാട് നഗരത്തിൽ ഓട്ടോറിക്ഷകൾ പണിമുടക്കി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് പെർമിറ്റ് നിർത്തലാക്കുക, സമാന്തര സർവീസുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പണിമുടക്കിലേർപ്പെട്ടത്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. RTO ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഓട്ടോ ടാക്സി കോൺഫെഡറേഷൻ CA2 ജില്ലാ പ്രസിഡന്റ് P ഉണ്ണിനായർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തിനകത്തും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരള സംസ്ഥാനത്തിന് ഉൾപ്പെടെ ഒട്ടനവധി വാഹനങ്ങൾ ഇഷ്ടംപോലെ പെർമിറ്റ് നൽകി ഓടുന്നൊരു സംവിധാനം നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ട്. 88-ലെ മോട്ടോർ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ തന്നെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ ഈ വാഹനത്തിന്റെ വേണ്ടത്ര ഇല്ലാത്തതിന്റെ ഭാഗമായി അത്തരം പ്രദേശങ്ങളിലൊക്കെ വാഹനങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 88-ലെ മോട്ടോർ നിയമം ഭേദഗതി ചെയ്തത്. BMS ജില്ലാ സെക്രട്ടറി സത്യനാഥ് അധ്യക്ഷനായി. INTC നേതാവ് ശശി, AITC നേതാവ് രാജൻ, STU നേതാവ് കരീം കുശാൽ നഗർ തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് രാഘവൻ പള്ളത്തുങ്കാൽ, C ബാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ കിഴക്കങ്കര, ഷുക്കൂർ ഭാവ നഗർ, HD ദാമോദരൻ തുടങ്ങിയവർ നേതൃത്വമേകി. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം സംഘടിപ്പിച്ച സെമിനാറിൽ ലോക യുവശാസ്ത്രജ്ഞൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ജില്ലാതല വിദ്യാഭ്യാസ ശാസ്ത്ര സെമിനാറിലായിരുന്നു സംവാദം നടന്നത്. ആധുനിക ശാസ്ത്ര വളർച്ചയിലുള്ള പുരോഗതിയെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചുമാണ് യുവലോക ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുരേഷ് M ഖാന വിദ്യാർത്ഥികളുമായി സംവദിച്ചത്. ജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സെമിനാറിൽ ബോവിക്കാനം BA RHSS വിദ്യാർത്ഥികൾ 1ാം സ്ഥാനവും കാഞ്ഞങ്ങാട് ബല്ല ഈസ്റ്റ് HSS വിദ്യാർത്ഥികൾ 2ാം സ്ഥാനവും നേടി. ഡോക്ടർ സുരേഷ് M ഖാനയെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ AN നാരായണൻ, M ഗംഗാധരൻ, GK ഗോപേഷ്, KS കേശവൻ നമ്പൂതിരി, VV ശ്യാമള എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സ്മരിച്ച് നാടെങ്ങും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അനുബന്ധ സംഘടനകളും. KSRTCയെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആക്കണമെന്ന ആവശ്യവുമായി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ്. പ്രതിഷേധ ധർണയുമായി ജീവനക്കാർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നവംബർ 2 മുതൽ 4 വരെ കാഞ്ഞങ്ങാട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അസോസിയേഷൻ നേതാക്കൾ.
വോട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷൻ 37 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന വിൻസെന്റ് ക്രാസ്റ്റയ്ക്ക് ചടങ്ങിൽ വികാരനിർഭരമായ യാത്രയയപ്പ്. ഹിന്ദു നിയമത്തിലെ ദുരാചാരങ്ങൾ നിർത്താൻ ഭരണകൂടം തയ്യാറാകണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി സതീദേവി. ഏകീകൃത സിവിൽ കോഡ് അതിനുശേഷം മതിയെന്നും സതീദേവി. ആകാശവിസ്മയം തീർത്ത് പട്ടം പറത്തൽ മത്സരം. പരിപാടി സംഘടിപ്പിച്ചത് വിശ്വ തുളു സമ്മേളനത്തിന്റെ ഭാഗമായി. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാര നടപടിയുമായി ജില്ലാ ഭരണകൂടം. മംഗലാപുരത്തു നിന്നുള്ള KSRTC ബസ്സുകൾ ഇനി മുതൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്കില്ല. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.